എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHA, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ഡിസംബർ 12-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 12-ാം തീയതി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഡിസംബർ 16-ാം തീയതിക്കകം ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു ഡിസംബർ 12-ന് ശേഷം നിങ്ങൾക്ക് 17-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതായത് 3 ദിവസമാണ് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നത്. കാരണം ഞായറാഴ്ചയൊക്കെ അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് കുറച്ച് ദിവസം അതായത് ഇതിൽ അവധി വരുന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു 17-ാം തീയതി വരെയുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിനിടയിൽ ഏകദേശം നിങ്ങൾക്ക് 3-4 ദിവസമാണ് അഡ്മിഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോകുമ്പോൾ എത്ര രൂപ ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക. കാരണം നിങ്ങൾക്ക് അതായത് ചില കോളേജുകൾ ഈ ഒരു ഹോസ്റ്റൽ ഫീസും അതുപോലെ തന്നെ ഈ ഒരു PTA ഫണ്ടും ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതായത് ടോട്ടലായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അതായത് നിങ്ങളോട് ഇത്ര പൈസ ഫീസ് ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അത് ഏതൊക്കെ വിഭാഗത്തിലാണ് ആ ഒരു രീതിയിൽ ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചില കോളേജ് ഹോസ്റ്റൽ ഫീസൊക്കെ ഒരുമിച്ചിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഫീസ് ഏതൊക്കെ വിഭാഗത്തിലായിട്ടാണ് ഫീസ് വരുന്നത് എന്നത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ആകെ PTA ഫണ്ടും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് അതായത് ഹോസ്റ്റൽ ഫീസ് സാധാരണഗതിയിൽ SC/ST വിദ്യാർത്ഥികൾക്ക് സൗജന്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു 2000 മുതൽ ഏകദേശം 3000-ന് ഇടയിലായിട്ടാണ് ഫീസ് സാധാരണ ഹോസ്റ്റൽ വരാറുള്ളത്. അപ്പോൾ അത് ഓരോ ഹോസ്റ്റൽ അനുസരിച്ച് ഫീസിൽ കുറവുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കൃത്യമായിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ചില കോളേജിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ചില ഹോസ്റ്റലിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കോമഡേഷൻ ഉണ്ടാകും, എന്നാൽ ഫുഡ് ഉണ്ടാവില്ല. അത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കോളേജിൽ അന്വേഷിക്കുക. അതായത് ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ തന്നെ ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടാകുമോ, അതുപോലെ തന്നെ വെറും താമസം മാത്രമായിരിക്കുമോ ഉണ്ടായിരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഒരു വിദ്യാർത്ഥി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കോൺടാക്ട് ചെയ്ത് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാകുമോ എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് ആദ്യം ഈ ഒരു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും പിന്നീട് അക്കോമഡേഷൻ മാത്രമാണ്, ഫുഡ് പുറത്തുനിന്ന് പോയിട്ട് കഴിക്കേണ്ടതായിട്ട് അത് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹോസ്റ്റൽ സൗകര്യമുണ്ടോ, അതുപോലെ തന്നെ അവിടെ ഫുഡ് ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് പ്രത്യേകിച്ച് PTA ഫണ്ടും അതുപോലെ യൂണിഫോം, ബുക്ക്, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഈ ഒരു ഫീസുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജാണ് കിട്ടിയതെങ്കിൽ വരിക. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ 10,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടാകും. SC/ST OEC വിദ്യാർത്ഥികൾ അതുപോലെ മറ്റ് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ 100 രൂപയായിരിക്കും ഫീസായിട്ട് അടച്ചിട്ടുണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എത്ര രൂപ അടക്കണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. സാധാരണ കോമൺ ആയിട്ട് നിങ്ങൾ 25,500 രൂപയാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചത് കൂടാതെയാണ് ഈ ഒരു 25,500 രൂപ വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് DPharm ആണ് കിട്ടിയതെങ്കിൽ ഏകദേശം 40,000-ഓളം രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ആ ഒരു കോഴ്സിന് ഏകദേശം 7,240 രൂപ മാത്രമാണ് ആ ഒരു ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് കിട്ടിയത് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഫീ ഡീറ്റെയിൽസ്, അലോട്ട്മെൻറ്റ്, ടോക്കൺ ഫീ എന്നുള്ള ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ ഫീ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റിൽ നിങ്ങൾക്ക് കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സ് കിട്ടുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോളേജിൽ ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിളിച്ചിട്ട് അതായത് ഈ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം, അതുപോലെ തന്നെ എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അപ്പോൾ നിങ്ങളോടൊരു ഫീസ് പറയും. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ ഏതൊക്കെ ഇനത്തിലായിട്ടാണ് ഇത്രയും ഫീസ് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഒരു വിദ്യാർത്ഥി കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത സമയത്ത് ഏകദേശം 80,000 രൂപ അഡ്മിഷൻ സമയത്ത് അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ആ ഫീസ് ഇനത്തിൽ അതായത് ഇത്രയും പൈസ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഇനത്തിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതായത് ഏറ്റവും അവസാനമായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അതുപോലെ ഏത് കോഴ്സിലാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങൾക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അതിന് മുൻപായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോളേജിലാണ്
കോളേജിലാണ്, അതായത് ഏറ്റവും അവസാനമായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ മാത്രമാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം കിട്ടിയുള്ള കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല, അതായത് ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സ് പഠിക്കാൻ തീരെ താല്പര്യമില്ല, ഇനി ഒരിക്കലും ആ ഒരു കോഴ്സ് തന്നെ അവിടെ പഠിക്കാനും താല്പര്യമില്ല എന്നുള്ളത് പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ്. അതിനുമുമ്പായിട്ട് ചില വിദ്യാർത്ഥികൾക്കുണ്ടാവും ഈ ഒരു അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ ഇപ്പോൾ ആ ഒരു കോളേജ് കോഴ്സ് വേണ്ട എന്ന് തോന്നും. അതുപോലെ തന്നെ അവിടെ അഡ്മിഷൻ എടുക്കാതെ പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്ത് അവർ പറയും ആ ഒരു കോഴ്സ് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളത്, അത് അവിടെ ഇനി പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടുന്നില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് തീരെ വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. കാരണം അതിനുശേഷം മാത്രം അഡ്മിഷൻ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. കാരണം പല വിദ്യാർത്ഥികളും പിന്നീട് ആ ഒരു കോഴ്സ് ഇനി പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, ആ ഒരു കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാം. ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരു കോളേജ് തന്നെ സാറ്റിസ്ഫൈഡ് അല്ല, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ തേർഡിലാണോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാം. അതായത് ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാം, അതിനുശേഷം കോളേജിൽ നിന്ന് NOC തരികയാണെങ്കിൽ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. NOC തരുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാതിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു കോഴ്സ് തന്നെ അവിടെ പഠിക്കാം. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ, അതായത് ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് താല്പര്യമില്ല, അത് പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു കോഴ്സിനോട് ഒരു താല്പര്യം വരില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കാം. അവിടെ ജോയിൻ ചെയ്യാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു സംശയമായിരിക്കും, നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ടോക്കൺ ഫീ പേയ്മെൻറ്റ് നഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്ക് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുത്ത് മറ്റൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക്, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വീണ്ടും ഓപ്ഷൻ നൽകി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം വിദ്യാർത്ഥികൾ ഓൾറെഡി അടുത്ത ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആ ഒരു പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് LBI സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നഷ്ടപ്പെടും എന്നുള്ളതിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കിട്ടിയിട്ടുള്ള കോളേജ്, അത് നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ ഒന്നുകിൽ അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NOC വാങ്ങിച്ച് നിങ്ങൾക്ക് ആ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം പങ്കെടുക്കാം. അതല്ല നിങ്ങൾക്ക് NOC തരില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നുകിൽ ജോയിൻ ചെയ്ത് അവിടെ ആ ഒരു കോഴ്സ് തന്നെ പഠിക്കാം, അതല്ലെങ്കിൽ NOC തരാത്തതുകൊണ്ട് അഡ്മിഷൻ നേടാതെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി NOC തരുന്ന കോളേജുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ഒന്നുകിൽ ആ ഒരു കോഴ്സ് വേണമെങ്കിൽ അവിടെ, അതായത് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു കോഴ്സ് തന്നെ പഠിക്കും എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ അവിടെ ജോയിൻ ചെയ്ത് NOC വാങ്ങിച്ച് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അങ്ങനെ മാറാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് മതിയോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് തന്നെ മതിയോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എനിക്ക് തീരെ പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.